Hi friends, I have a video video. This is a video. Pen drive operating system bootable. Pen drive install installation Garuda Linux Linux Indian version, Indian car Garuda version. That's installation. This video is a pen drive bootable pen drive installation media. Now, requirement ഒരു pen drive bootable ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ Windows ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിലും അല്ലെങ്കിൽ Ubuntu ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിലും Mac ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിലും ഏത് OS ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ കയ്യിൽ ഒരു bootable ആയിട്ടുള്ള ഒരു ISO ഫയൽ ആണ് നമുക്ക് വേണ്ടത്. ഒരു ISO ഫയൽ അല്ലെങ്കിൽ ഒരു ഇമേജ് ഫയൽ നമുക്ക് ആവശ്യമാണ്. ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വിൻഡോസിന്റെ ISO ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഉബുണ്ടുസിന്റെ ഏത് വേർഷൻ ആണെങ്കിലും ലിനക്സിന്റെ ഏത് വേർഷൻ ആണെങ്കിലും നമുക്ക് അതിന്റെ ISO ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അത്തരത്തിൽ ISO ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8GB അതിന്റെ മുകളിലേക്കുള്ള ഒരു പെൻ ഡ്രൈവ് ആണ് നമുക്ക് ആവശ്യം. അത് ഏത് പെൻ ഡ്രൈവും ആകാം, അതിന് പ്രത്യേകിച്ച് ബ്രാൻഡും കാര്യങ്ങളൊന്നുമില്ല. 8GB മിനിമം ഉള്ളാവുന്നത് നല്ലതാണ്. അപ്പോൾ 8GB എബോവ് ആയിട്ടുള്ള ഒരു പെൻ ഡ്രൈവ് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ. ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് റൂഫസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ റൂഫസിന്റെ സോഫ്റ്റ്വെയറും അതിന്റെ സ്വാഭാവികമായിട്ട് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ ഒരു സൈസിലുള്ള ഒരു ഫയലാണ്. ആകെ 1.1 MB മാത്രം സൈസ് വരുന്ന ഒരു ഫയലാണ്. സുഖമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു ഇന്റർഫേസ് വരും. ആ ഇന്റർഫേസ് ആ ഇൻസ്റ്റാളേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഏതാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന മീഡിയ അല്ലെങ്കിൽ പെൻഡ്രൈവ് ഏതാണോ ആ പെൻഡ്രൈവ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക, കുത്തുക. ആ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പെൻഡ്രൈവ് ഓട്ടോമാറ്റിക്കലി റൂഫസ് ഡിറ്റക്ട് ചെയ്യുകയും റൂഫസിൽ അത് സ്വാഭാവികമായിട്ടും അത് മീൻസ് ആ പെൻഡ്രൈവ് റീഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ OS ഇമേജ് ഫയൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഏതാണോ നമ്മുടെ OS ഫയൽ അതിന്റെ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ മീൻസ് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, ഇതിന്റെ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ബൂട്ടബിൾ ആക്കുന്ന പ്രോസസ്സ് തുടങ്ങും. അത് കുറച്ച് സമയമൊക്കെ എടുക്കും ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് OS. നമ്മുടെ OSന്റെ സൈസിനനുസരിച്ച് സ്വാഭാവികമായിട്ട് അതിന് ടൈം എടുക്കും. വ്യത്യസ്ത തരത്തിലായിരിക്കും. വിൻഡോസ് 7 ടൈം ആയിരിക്കും വിൻഡോസ് 8 എടുക്കുക, അതുപോലെ അവരെ 10 എടുക്കുക, അതുപോലെ അവരെ ലിനക്സിന് എടുക്കുക. അപ്പൊ എന്തായാലും അങ്ങനെ പെൻഡ്രൈവ് നമുക്ക് ബൂട്ടബിൾ ആയി കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് തന്നെ നമുക്ക് മീൻസ് കണ്ടിന്യൂ ചെയ്ത് പോകാം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അതല്ല എങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എക്സിറ്റ് അടിച്ചിട്ട് സിസ്റ്റം ബൂട്ട് ചെയ്യുക. അങ്ങനെയാണ് ഒരു മീൻസ് ഏതൊരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യേണ്ട നല്ല രീതി എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്യുക. ഈ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കീബോർഡിൽ കാണുന്ന ഒരു ഫംഗ്ഷൻ കീ നമ്മൾ പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സിസ്റ്റം പഴയതൊക്കെ ആണെങ്കിൽ പല സിസ്റ്റങ്ങളിലും ഡിലീറ്റ് ബട്ടൺ ആവാം, ചിലതിൽ F9 ബട്ടൺ കാണാറുണ്ട്, ചിലതിൽ F2 ബട്ടൺ കാണാറുണ്ട്, ചിലതിൽ F12 ബട്ടൺ കാണാറുണ്ട്. കോമൺ ആയിട്ട് ഇന്നത്തെ സിസ്റ്റത്തിലൊക്കെ കാണുന്ന ബട്ടൺ F12 ആണ്. ഫംഗ്ഷൻ കീ ആയിട്ട് നമുക്ക് കാണുന്ന F12 ബട്ടൺ ആണ്. അപ്പോൾ ഓൺ ആയി വരുമ്പോൾ തന്നെ നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മെനു വരും. ആ മെനുവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബൂട്ടിംഗ് ഡിവൈസ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെൻഡ്രൈവ് ഏതാണോ ആ പെൻഡ്രൈവിന്റെ സിസ്റ്റം അതിൽ കാണാൻ കഴിയും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഏത് സിസ്റ്റവും ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന അത്ര ചെറിയൊരു ലാഘവത്തോടെ ചെയ്യാൻ കഴിയും. പണ്ടൊക്കെ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ MS-DOS ഒക്കെ ഉപയോഗിച്ചിട്ട് കോഡൊക്കെ എഴുതി കമന്റ് ഒക്കെ ചെയ്തിട്ടായിരുന്നു ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് എന്നുള്ള രൂപത്തിൽ അടിച്ചു പോയി. ഇതിൽ പാർട്ടീഷൻ ചെയ്യുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റയർ ഹാർഡ് ഡിസ്ക് ഇറേസ് ചെയ്തിട്ട് ആ ഒരു ഹാർഡ് ഡിസ്ക് മൊത്തമായിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്. പാർട്ടീഷൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഫ്യൂച്ചറിൽ വീണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് മനസ്സിലാവും. നോർമലി നിങ്ങൾ ഇപ്പോൾ ഒരു വിൻഡോസിലുള്ള സിസ്റ്റത്തിൽ ഒരു ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഇൻസ്റ്റാൾ അലോങ് സൈഡ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പാർട്ടീഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഉബുണ്ടു വിൻഡോസിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാൾ ആയിക്കോളും. നോർമലായിട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പാർട്ടീഷനിലേക്കൊന്നും പോവാതെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ലിനക്സ് പ്ലാറ്റ്ഫോം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതല്ല ഒരു വിൻഡോസ് മൊത്തമായിട്ട് അങ്ങ് ഫോർമാറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും വെച്ചാൽ മൊത്തത്തിൽ ഫോർമാറ്റ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്താൽ എന്തായാലും പാർട്ടീഷനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് പിന്നെ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ്. അപ്പോൾ ഗരുഡ ലിനക്സും അതിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ മറ്റൊരു വീഡിയോയിൽ മീൻസ്
എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഒരു പെൻഡ്രൈവ് ബൂട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.